ഹായ് 2026 ചമയവിളക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ആദ്യത്തിന് ഒരു ചെറിയ പൊടിമീശ ഉണ്ട്, അത് റിമൂവ് ചെയ്യണം. നിറയെ പിമ്പിൾ വന്ന പാടും, കഴിഞ്ഞ പ്രാവശ്യം നല്ല സ്കിന്നായിരുന്നു. ഇത് മൊത്തം പിമ്പിൾ വന്ന പാടും അവിടെ പൊങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ സ്മോൾ പിമ്പിളും ഉണ്ട്. അവൻ സ്കിൻ കെയർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 4 മാസത്തോളം അവൻ്റെ മുടി വളർച്ചയായിരുന്നു. ഈ പ്രാവശ്യം അവന് പാസിംഗ് പരേഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൻ മുടി ചേർത്ത് കട്ട് ചെയ്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം വിഗ് വെക്കാനൊക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട് ഹെയർ അവൻ്റെ തന്നെ മുടിയായിരുന്നു. ഈ പ്രാവശ്യം അത് വിഗ് വെക്കാൻ മാത്രമുള്ള മുടിയേ ഉള്ളൂ. ഈ മുടി എനിക്ക് ഭയങ്കരമായിട്ട് ബോറായിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് അവന് ത്രെഡ് ചെയ്യണം, പിന്നെ ബിയേഡ് ക്ലീൻ ചെയ്യണം, നീറ്റാക്കി ഈ കൊച്ചു മീശയൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു സുന്ദരിയാക്കി എടുക്കാനാണ് ശ്രമം. അപ്പം ആദ്യത്തെ ത്രെഡ് കഴിഞ്ഞിട്ടുണ്ട്. ചേഞ്ച് നോക്കിയാൽ നിങ്ങൾ ത്രെഡ് ചെയ്യാതെ വിളക്കെടുക്കുന്നതും ത്രെഡ് ചെയ്തിട്ട് വിളക്കെടുക്കുന്നതും തമ്മിലുള്ള ചേഞ്ച്. ആദ്യത്തെ അവൻ്റെ മുഖവും ഇപ്പോഴത്തെ മുഖവും കൂടെ നോക്കി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഞങ്ങളുടെ ജെൻസിൻ്റെ സെക്ഷനിലാണ്. ഇവൻ്റെ ആ ചെറിയ ചെറിയ മീശകളുണ്ടല്ലോ, കിളിച്ച് വരുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ മീശകൾ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലിയർ ആക്കി ഒരു ലേഡി ആക്കണ്ടേ. എന്തെങ്കിലും ആവട്ടെ, അവന് അറിയാവുന്നതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു തരും. क्या है उसके अप्लाई किया जेल फोम മീശ എടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കടയിൽ പോയാൽ അവൻ മീശ എടുക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് നീ മീശ സ്വന്തമായിട്ട് എടുത്തിട്ടില്ലടാ? ആ, ഓ, ഇത് രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ ഫോം ഇട്ട് ചെയ്യുന്ന ആദ്യമായിട്ട്, അല്ലാതെ നീ ഒരു തവണ എടുത്ത് മൊത്തത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ ഇത്? ഇതിനു മുമ്പ് ആ समझा नहीं? हिंदी में उसको थोड़ा वीक हिंदी मालूम है कि उसको स्कूल में हिंदी को मार्क कमी है. तो तुम लोग उसको हिंदी सीखो. सिखा हाँ എന്തെങ്കിലും സിക്കാവോ? അവനെ കണ്ടിട്ടാ പിന്നെ നിന്റെ കണക്കിരിക്കാതെ. നിന്റെ അത്രയും കളർ വന്നില്ലെന്നേ ഉള്ളു, കറക്റ്റ് നീ തന്നെയാ. പക്ഷെ പിരിവൊക്കെ നിന്റെ തറയല്ല, നിന്നെക്കാട്ടും പിരിവുണ്ട് അവന്. സുട്ടുമണി 2-3 കുരുപ്പുണ്ടായിരുന്നു, ചെത്തിപ്പോയാന്ന് തോന്നുന്നു. എടാ ഫസ്റ്റാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. അല്ല അതല്ല, സൂക്ഷിച്ചു വെച്ചോ നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷേവിങ്. दानिश कैसा है उसको? अच्छा है, അടിപൊളി. സുന്ദരി സുന്ദരി ആയില്ല, സുന്ദരി നാളെ ആക്കത്തേ ഉള്ളു. ഹാഫ് സുന്ദരി, ഹാഫ് 25% സുന്ദരിയാണ്. आईब्रो अच्छा है नहीं है? अच्छा है, डिफरेंट है. हाँ डिफरेंट है. ये थोड़ा हाइट, ये थोड़ा हाइट नहीं. വേണ്ട, नो मैंने करूँगा. ओके कलर नहीं मैंने इधर देखो, वो കണ്ടോ? കണ്ടില്ല. കണ്ട് ദോ
സന്തോഷമായോ മകനെ? ഇന്ന് മാർച്ച് 24 ആദിത്യം വിളക്കെടുക്കുന്ന ദിവസമാണ്. ഇന്ന് എനിക്ക് വന്നൊരു വിഷമം എന്താണെന്ന് പറയട്ടെ. എൻ്റെ മോന് എക്സാം ഉണ്ടായിരുന്നു, വൈകിട്ട് വരെ എക്സാം ഉണ്ടായിരുന്നു. അവിടുന്ന് ഓടിപ്പിടിച്ച് ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് 3 മണിക്ക് മുമ്പേ ഷോപ്പിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം കുറേ ദൂരെയുള്ള കസ്റ്റമേഴ്സ് മേക്കപ്പ് ചെയ്യാൻ നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നത് അവന് കഴിഞ്ഞ പ്രാവശ്യമോ അതിൻ്റെ അങ്ങ് പ്രാവശ്യമൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരുടെയും കൂടെ ഇരുത്തി ഒന്നിച്ച് മേക്കപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്ന് അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഡ്രസ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് അവരെ സെറ്റ് ചെയ്തെടുത്തത്. ഇപ്രാവശ്യം നമ്മുടെ സ്റ്റാഫാണ് ചെയ്തത്. എന്നിട്ട് അവനെ മേക്കപ്പ് എല്ലാവരുടെയും കൂടി ഇരുത്തി. ഞങ്ങൾ 10 മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒരുക്കാനുണ്ടായിരുന്നത്. ഡർമ സെക്ഷൻ, HD മേക്കപ്പ്, HD സ്കിൻ ഗ്ലാസ്, അങ്ങനെ കുറേ ടൈപ്പ് മേക്കപ്പ് ഞങ്ങൾ ചെയ്തിരുന്നു. അതിൽ HD മേക്കപ്പിൻ്റെ സെക്ഷനിലാണ് എൻ്റെ മോനെ ഇരുത്തി എല്ലാവർക്കും ഒപ്പം മേക്കപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കാരണമേ അവനെ സെപ്പറേറ്റ് ഇരുത്തി എങ്കിലേ എനിക്ക് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപോലെ എല്ലാവരെയും ഇരുത്തിയതിൻ്റെ ഇടയ്ക്കിരുത്തി എനിക്ക് ഇന്ന പ്രോഡക്റ്റ് ഇന്ന ഐഷാഡോ ആണ് യൂസ് ചെയ്ത അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവർ സ്പീഡിന് എൻ്റെ അടുത്ത് 3-4 പേര് നിന്ന് മേക്കപ്പ് ചെയ്യുന്നവർ എല്ലാം വളരെ സ്പീഡിന് ചെയ്യുമ്പം അവരുടെ വോയിസും എൻ്റെ വോയിസും കൂടെ വീഡിയോയിൽ കയറി വരുന്നതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യുന്ന പോലെ എൻ്റെ മോന് മേക്കപ്പ് ചെയ്ത്. ഈ എക്സാം ഒരു ടെൻഷനായിരുന്നു. കാരണം എക്സാമിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാ വിളക്ക് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മോൻ്റെ മേക്കപ്പ് തീർത്തു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റി. തീർത്തതിന് ശേഷമാണ് പുറത്തുനിന്നുള്ള കസ്റ്റമറെ ചെയ്തു തുടങ്ങിയത്. ഈ പ്രാവശ്യം എനിക്ക് അത് ഒരു വലിയ സങ്കടം തോന്നിയ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ സങ്കടം നിങ്ങൾ നോക്കേ, അവൻ്റെ ഹെയർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 3-4 മാസം അവൻ്റെ ഹെയർ വളർത്തിയിട്ടാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉത്സവം വരെ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹെയർ കട്ട് ചെയ്ത്. പാസിംഗ് പരേഡ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ മോൻ ഈ മുടി പറ്റ വെട്ടി. പട്ടാളം പോലീസ് ആ ഒരു കട്ടാണ് ഇവൻ വെട്ടിയത്. അത് കാരണം അതും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ച് കസ്റ്റമർ വെയിറ്റിംഗ് ആയതുകൊണ്ട് എൻ്റെ മോൻ്റെ മേക്കപ്പ് വളരെ സ്പീഡിനായിരുന്നു ചെയ്തത്. ആദ്യം ഞാൻ ഐ മേക്കപ്പ് നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് അവന് ഒരു ബ്ലൂ ലെൻസ് എപ്പോഴും നല്ല ഇരിക്കും. ഞാൻ ഇതിനു മുമ്പ് വേറെ ലെൻസ് ഇട്ട് നോക്കിയപ്പോൾ അതിനെക്കാട്ടി ഒരു നല്ല ഡാർക്ക് ബ്ലൂ ലെൻസ് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ അത് തന്നെ അത് ഇടുമ്പോഴത്തേക്ക് കണ്ണിന് നല്ലൊരു എടുപ്പുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഡാർക്ക് ബ്ലൂ ലെൻസാണ് ഞാൻ അവന് വെച്ചത്. എന്നിട്ട് ഐ മേക്കപ്പും ഫുള്ള് കവർ ചെയ്തതിന് ശേഷമാണ് സ്കിന്ന് പ്രിപ്പ് ചെയ്യുകയും അതിനുശേഷമാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. ഇത്രയും ഫാസ്റ്റായിട്ട് മേക്കപ്പ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് മോന് മേക്കപ്പ് ചെയ്തത് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ വിഷമമായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു വിഷമം എന്ന് പറയുന്നത് അവൻ ഇത്രയും പറ്റ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലോണം വിഗ് സെറ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റിയില്ല. കാരണം ഞാൻ ഇവന് എക്സാം ആയതുകൊണ്ട് തലേന്ന് രാത്രി ഞാൻ നല്ല വിഗ് ഞാൻ 3-4 അവന് മാത്രമായിട്ട് കരുതിയിരുന്നിട്ട് ഞാൻ തലേന്ന് രാത്രി ഇത് എക്സാം ആയതുകൊണ്ട് കുറച്ച് സെറ്റ് ചെയ്ത് നോക്കി അവന് സൂട്ടാവുന്ന ഏതാന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള സമയം ഇത്രയും ബിസി വർക്കിനിടയ്ക്ക് നടക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തലേന്ന് തന്നെ ഞാൻ അത് ചെയ്തിട്ട് അവന് 2-3 വിഗ് ഞാൻ മാറി മാറി വെച്ച് നോക്കിയപ്പം ഏതാണ്ട് തൊപ്പി വെച്ച പോലെ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ ആ ഒറിജിനൽ ഒരു ലേഡിയുടെ ലുക്ക് ഒരു ഫീല് ചെയ്യുന്നതേ ഇല്ല. തൊപ്പി വെച്ചത് എങ്ങനെയോ അതുപോലെ ഫീൽ ചെയ്യുന്നു എനിക്ക്. ഒരു ഹെയർ സ്റ്റൈലോ ഒന്നും വരുന്നില്ല. പിന്നെ ഏറ്റവും അവസാനം ലാസ്റ്റ് പട്ടുപാടയും ബ്ലൗസും അല്ലേ ഇച്ചിരി ലോങ് ഹെയർ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ലോങ് ഹെയർ ഉള്ളതും പിന്നെ അവൻ്റെ നെറ്റിയൊക്കെ കുറേ ഉള്ളിലോട്ട് കയറി നിൽക്കുന്നത് കൊണ്ടും അത്രയും കുറച്ച് കവറേജും കിട്ടുമെന്നും പറഞ്ഞാൽ ഞാൻ ആ ഫ്രണ്ട് ഹെയർ കട്ട് ചെയ്ത മോഡലിലുള്ള ഒരു വിഗ് ഞാൻ സെറ്റ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കാണുമ്പോൾ അറിയാം നല്ല ആ ഹെയർ മേളിലോട്ട് കയറി നിൽക്കുന്നത് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു. ഈ ഹെയറേ ഉള്ളൂ ഒരു വിധം സൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആ മോന് ആ വിഗ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ മോനെ കഴിഞ്ഞ തവണ ഒരുക്കിയപ്പോൾ അവൻ്റെ സ്കിൻ വളരെ സോഫ്റ്റും നല്ല സ്കിന്നും ആയിരുന്നു.
ഇത്തവണ ഒരുക്കുമ്പം അവൻ്റെ സ്കിന്നിൽ ഫുൾ പിമ്പിളും ഡാർക്ക് സ്പോട്ടും കുറച്ച് ഡ്രൈനസ്സും നല്ല ഡ്രൈനസ്സും ഉണ്ടായിരുന്നു. ഒരുക്കാൻ കുറച്ച് പാടായിരുന്നു എനിക്ക്. അത് മാത്രമല്ല കഴുത്തിൽ രണ്ട് മൂന്ന് കോട്ട് കൊടുത്തിട്ടും കവറേജ് വളരെ കുറവായിരുന്നു. കാരണം അവൻ സ്കൂളിൽ നിന്ന് സ്പീഡിന് ഓടി വന്ന് വെപ്രാളം പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് അവൻ ടയേർഡായാന്ന് തോന്നുന്നു. ഒരുക്കാൻ നിന്നപ്പോഴും അവന് നല്ല ക്ഷീണം ഫീൽ ചെയ്തു എനിക്ക്. നിങ്ങൾ ആ വിഗ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കോ, അവൻ്റെ മുടി എവിടം വരെ കയറി നിൽക്കുന്നതെന്ന് കണ്ടോ. ഞാൻ കുറേ പാടുപെട്ടാണ് എല്ലാവരും ചോദിച്ചു എന്നോട്, ഈ ഫ്രണ്ടിൽ ഇത്രയും ഇറങ്ങിയ മുടി എന്താണ് ഇട്ടേന്ന്. അവൻ്റെ ആ മേളിൽ ഹെയർ നിൽക്കുന്നുണ്ടോ. വേറെ വിഗ് വെക്കുമ്പോഴെല്ലാം ഇത് ഓവറായിട്ട് വൃത്തികേടായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വിഗ് വെക്കാതെ മാറ്റി നിർത്തിയത്. പിന്നെ എൻ്റെ മോൻ്റെ ആ സ്കിന്നിൻ്റെ ഡ്രൈനെസ് കണ്ടുകൊണ്ട് ഞാൻ അവന് സ്കിൻ ഗ്ലാസ് മേക്കപ്പ് തന്നെയാണ് കൊടുത്തത്. ഓർണമെൻറ്റ്സ് നേരത്തെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, അത് തന്നെ സെറ്റ് ചെയ്തു. കാരണം സമയമില്ലെന്നുള്ളത് കൊണ്ട് നേരത്തെ ഇതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സംഭവങ്ങളാണ്. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത കോസ്റ്റ്യൂം അത്രയും സൂട്ടല്ലെന്ന് ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം കാരണം അത് മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് വിളക്കിൻ്റെ 2 ദിവസം മുമ്പ് പോയി എടുത്ത തുണിയാണിത്. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് ഏതാണ്ട് വിളക്കിന് തൊട്ട് മുമ്പാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. ഇത് അവന് സൂട്ടാവോ കറക്റ്റ് ആവോ എന്നുള്ള ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും എനിക്ക് ഒരുക്കി കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കോസ്റ്റ്യൂമിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1200 ആണ് കോസ്റ്റ്യൂമിൻ്റെ മാത്രം റേഞ്ച്. പിന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയണ്ട, എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും മേക്കപ്പ് കൊള്ളാം എങ്കിലും ഡ്രസ്സ് കൊള്ളാമെങ്കിലും എന്തായാലും ഇതിൻ്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ ഇതിൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ പോലെ കമൻ്റ് ഇടാൻ മറക്കരുതേ. അപ്പം ശരി, ബൈ.